ഹലോ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വീഡിയോ എന്ന് പറയുന്നത് കാവിയേറ്റ് ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണ് DCMS പോർട്ടലിലൂടെ എന്നുള്ളതാണ്. അതിന് DCMS പോർട്ടലിൽ ലോഗിൻ ചെയ്യുക, നമ്മളുടെ പാസ്വേഡൊക്കെ കൊടുത്ത് എൻ്റർ ചെയ്ത ശേഷം ഈ ഡാഷ്ബോർഡ് വരുമ്പോൾ അതിൽ ഫയലിംഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ ഏറ്റവും താഴെയായിട്ട് കാവിയേറ്റ് ഫയലിംഗ് ഉണ്ട്. അതിൽ ആഡ് ന്യൂ കാവിയേറ്റ് എന്നുള്ളത് കൊടുക്കുമ്പോഴേക്കും ഓൺലൈൻ കാവിയേറ്റ് ഫയലിങ്ങിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് വരും. അപ്പോൾ അതിലാദ്യം ഏത് ജില്ലയാണെന്ന് നോക്കുക, അത് പിന്നെ ഏത് കോടതിയാണെന്ന് നോക്കുക. ഞാൻ ഫാമിലി കോർട്ടിലാണ് ഫയൽ ചെയ്യുന്നത്. ഏത് ഫയലിംഗ് ടൈപ്പ്, അഡ്വക്കേറ്റ് ആണോ ആരാണെന്നുള്ളത്, പിന്നെ ഏതിലേക്കാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, കാവിയേറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഏത് കേസിലോട്ടാണെന്നുള്ള വെച്ചാൽ അതും കൊടുക്കുക. എന്നിട്ട് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ അമർത്തുക. അപ്പോഴേക്കും അത് സേവായി. അപ്പോൾ നമുക്ക് പിന്നീടുള്ള 7 സ്റ്റേജസാണ് പിന്നെ കാണിക്കുന്നത്. അതിൽ കാവിയേറ്ററിൻ്റെയും പേര് ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആഡ് കാവിയേറ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കും. അതിനകത്ത് പേര്, അഡ്രസ്സ്, അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുക. അപ്പോൾ താഴെ തന്നെ നമ്മൾ മെയിൻ ഏത് അഡ്വക്കേറ്റിൽ നിന്നാണ് ഫയൽ ചെയ്യുന്ന അഡ്വക്കേറ്റിൻ്റേത് അവിടെ ആഡ് ആയിട്ടുണ്ടാവും. പിന്നെ ഫർദർ അഡ്വക്കേറ്റ്സിന് അതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ അഡ്രസ്സും കൂടെ കൊടുത്ത ശേഷം അതിന് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാവിയേറ്ററുടെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ സേവ് ആവുന്നതാണ്. അതിനുശേഷം ആഡ് കാവിയേറ്റി, അപ്പോൾ കാവിയേറ്റിയിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ കാവിയേറ്റി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എക്സ്പെക്റ്റഡ് കാവിയേറ്റീസ് ഉണ്ടെന്ന് വെച്ചാൽ അത്രയും പേരുടെ അത് 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പേരും അഡ്രസ്സും കൊടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാവിയേറ്ററും കാവിയേറ്റിയും ആഡായി. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രയൽ കോർട്ട് ഇൻഫർമേഷനാണ്. ട്രയൽ കോർട്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ കോടതിയിൽ ഏതെങ്കിലും നമുക്ക് ഫേവറബിളായിട്ട് വന്നു, അപ്പോൾ നമ്മുടെ എതിർഭാഗം നമുക്കെതിരെ അവിടെ മൂവ് ചെയ്യുമ്പോൾ നമ്മളെ കേൾക്കാതെ ഉത്തരവ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കാവിയേറ്റ് ഫയൽ ചെയ്യുന്നത്. അപ്പോൾ താഴത്തെ ഇൻഫർമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ ആഡ് ചെയ്യേണ്ടതാണ്. അതില്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അടിച്ച് പോവുക. പിന്നെ കാവിയേറ്റ് പെറ്റീഷൻ അപ്ലോഡ് ചെയ്യണം. അതല്ലെങ്കിൽ അവിടെ ടെംപ്ലേറ്റ് ഉണ്ട്, അതിൽ കൊടുക്കുക. ഞാനപ്പോൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എല്ലാം റെഡിയാക്കി ഒപ്പൊക്കെ ഇട്ട് PDF ആക്കി വെച്ച ശേഷം അത് അപ്ലോഡ് ചെയ്തു. അതിൻ്റെ താഴെ തന്നെ ഫില്ലിംഗ് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അവിടെ ടെംപ്ലേറ്റിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം അപ്ലോഡ് ന്യൂ ഫയൽസാണ്. അപ്പോൾ അതായത് പെറ്റീഷൻ നമ്മൾ ആഡ് ചെയ്ത് ഇനി അതിൻ്റെ കൂടെ വെക്കേണ്ട സാധനങ്ങളായ വക്കാലത്ത്, അതേപോലെ പോസ്റ്റൽ റെസിപ്റ്റ് എന്നിവ നമ്മളിവിടെയാണ് അപ്ലോഡ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ആദ്യം തന്നെ വക്കാലത്ത് ആഡ് ചെയ്യുകയാണ്. വക്കാലത്തിന് അപ്പോൾ ഫയൽ ടൈപ്പ് എന്താണെന്ന് അതിനകത്ത് സെലക്ട് ചെയ്തിട്ട് വക്കാലത്ത് എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് വക്കാലത്ത് ഓൾറെഡി കാണും. പിന്നെ സേവ് ചെയ്ത് ഫയൽ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്ത ശേഷം നമ്മളത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അത് നമ്മുടെ റൈറ്റ് സൈഡിൽ അപ്ലോഡ് ഫയൽസിലേക്ക് അവിടെ ആഡായി വരും. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനൊക്കെ എല്ലാം ഫില്ല് ചെയ്യണം. അതൊക്കെ മാൻഡേറ്ററി ആണ്. അതുകൊണ്ടാണ് അതിന്മേൽ റെഡ് സ്റ്റാർ ഉള്ളത് കേട്ടോ, അത് നോക്കുക. അപ്പോൾ അപ്ലോഡ് ഫയൽസിൽ നമ്മളിപ്പോൾ തൊട്ട് താഴെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ എവിടെയാണോ സേവ് ചെയ്തിട്ടേക്കുന്ന വക്കാലത്ത് PDF ആക്കിയിട്ട് അവിടെ നിന്ന് നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓപ്പൺ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ അപ്ലോഡ് എന്നുള്ള ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും വക്കാലത്ത് അവിടെ ആഡായി. അപ്പോൾ റൈറ്റ് സൈഡിൽ അത് വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റൽ റെസിപ്റ്റ് നമ്മൾ ആഡ് ചെയ്യണം. കാവിയേറ്റ് അയച്ച പോസ്റ്റൽ റെസിപ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഒന്നല്ല എത്ര കാവിയേറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ കാവിറ്റീസ് ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും അയക്കുക. ആ റെസിപ്റ്റ് അവിടെ അപ്ലോഡ് ചെയ്യുക, സേവ് കൊടുക്കുക. പിന്നെ അടുത്തത് കാവിയേറ്റ് ഫീ ആണ്. കാവിയേറ്റ് ഫീ നമുക്കറിയാവുന്ന പോലെ തന്നെ ഓരോന്നും എമൗണ്ട് എഴുതി ഞാൻ ഓൾറെഡി അടച്ചു പോയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. കോർട്ട് ഫീ 250, LBF 100, പിന്നെ അഡ്വക്കേറ്റ് എത്രയാണെന്ന് വെച്ചാൽ ക്ലർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഇൻഡെക്സ് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് മൊത്തം കേസ് ഫയൽ കാണാനുള്ള കാവിയേറ്റ് പ്രിവ്യൂ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഫയൽ പ്രിവ്യൂ. നമ്മൾ ഫയൽ പ്രിവ്യൂ എടുത്ത് നോക്കണമെങ്കിൽ ഫയൽ നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം എന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ ഇതുപോലെ ഫയൽ പ്രിവ്യൂ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ I ഡിക്ലെയർ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഗെറ്റ് ഫോർ OTP ക്ലിക്ക് ചെയ്യുമ്പോൾ OTP വരും. OTP അടിച്ചു കൊടുത്ത ശേഷം വെരിഫൈ ഡീറ്റെയിൽസ് കൊടുത്ത് കഴിയുമ്പോഴേക്കും സബ്മിറ്റ് കാവിയേറ്റ് എന്നുള്ളത് തെളിഞ്ഞ് വരും ഗ്രീനായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കാവിയേറ്റ് സബ്മിറ്റായി. അത് പെൻഡിങ് ഫോർ സ്ക്രൂട്ടിനി ആയി. ഇനിയിപ്പോൾ നമുക്ക് ഫിസിക്കൽ കൊണ്ടുപോയി അവിടെ ഇടാം.